ഹലോ ഹലോ ആ സാറേ, ഹരി സാറല്ലേ? അതെ സാറേ, ഞാനൊരു വീട് വെച്ചായിരുന്നേ. നല്ല കാര്യമാണല്ലോ. മൊത്തം പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. വീട് വെക്കുമ്പോൾ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ വരും, സാമ്പത്തിക ചെലവല്ലേ? സാറേ, സാമ്പത്തികത്തിന്റെ പ്രശ്നമല്ലെന്നേ. പിന്നെ ഞാനേ വീട്ടിനുള്ളിൽ ബാത്റൂം പണിതായിരുന്നു. പണിഞ്ഞു? അതിന്റെ യൂറോപ്യൻ ക്ലോസറ്റ് പടിഞ്ഞാറ്റേടായി പോയി. പടിഞ്ഞാറോട്ടാണ് യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്നത്. അപ്പോ സൂര്യനിലോട്ട് ഭ്രഷ്ടം നിൽക്കുന്നു, സൂര്യൻ ഭ്രഷ്ടം കാണാൻ പാടില്ല എന്നൊക്കെ കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നും പറഞ്ഞിട്ട് വീട് പൊളിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അവന്മാർ. അല്ല, വീട് പൊളിക്കണം എന്നാണോ ഇത് മാറ്റണം എന്നാണോ? ഇത് മാറ്റണമെന്നാ. ഈ സംഭവം ഇങ്ങനെ പാടില്ല. അതായത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ അയ്യത്ത് പറമ്പിലെ ആറിന്റെ തീരത്തൊക്കെയാണ് പൊക്കൊണ്ടിരുന്നത്. അന്ന് കിഴക്കെവിട, പടിഞ്ഞാറെവിട, തെക്കെവിട, വടക്കെവിട എന്ന് അറിയത്തില്ല. പിന്നീട് ഇത് മറപ്പുരകളായി. വാസ്തുവിൽ എവിടെയാണ് യൂറോപ്യൻ ക്ലോസറ്റ്? നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടി. ഒരാൾ ഒരു കാര്യം വന്ന് പറയുമ്പോൾ വാസ്തുവിലെ ഗ്രന്ഥത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന യൂറോപ്യൻ ക്ലോസറ്റിനെ പറ്റി പറയാനൊരു മാർഗവുമില്ല. മര്യാദയ്ക്ക് ആളുകൾ കാണാത്ത രീതിയിൽ ഒന്ന് അപ്പിയിടണം, അത്രയല്ലേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾ വീടും വെച്ചിട്ട് ഇത് പൊളിച്ചു കളഞ്ഞില്ലാത്ത പൈസ, വീട് വെപ്പേ പൈസ ചിലവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഓൾറെഡി വെച്ചതിൽ ഇനി നിങ്ങൾ പൊളിക്കണേ ഒരു 3 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരത്തില്ലേ? അപ്പം നിങ്ങൾ കഷ്ടപ്പെട്ട് വീട് വയ്ക്കുന്ന ആളല്ലേ? അപ്പം നമ്മളോട് ഒരാൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ പറയുന്ന ആളോട് ചോദിക്കണം, വാസ്തുവിലെ ഏത് ഗ്രന്ഥത്തിലാണ് ഇത് എഴുതിയേക്കുന്നത് എന്ന് ചോദിക്കണം. അത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, എന്തിനപ്പോ പൈസ ഉണ്ടോ ഒത്തിരി? അപ്പൊ പിന്നെ പേടിക്കേ വേണ്ട. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു.